ഹായ് നമസ്കാരം കൂട്ടുകാരെ, തളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാം. ഇപ്പോൾ കർക്കിടക മാസമല്ലോ അല്ലേ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് എല്ലാം ഒരു മരുന്നുപരമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നതിനാണ് നല്ലത്. അങ്ങനെ ഞാൻ മിനിഞ്ഞാന്ന് ചെറുപയറും കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉലുവ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഞാൻ ഓർത്ത് അതൊന്ന് വീഡിയോ ഓടിക്കാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ കൂടി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇതെല്ലാം ഇപ്പോൾ കഴിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വിഭവം ഉലുവ കഞ്ഞിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉലുവ എടുത്തിട്ടുണ്ട്. കുറച്ചേ എടുക്കുന്നില്ലോ, എനിക്ക് മാത്രമേ ഉലുവക്കഞ്ഞി വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ല, കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്നായി നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് അങ്ങനെ ഉലുവ വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കുളിച്ച് വരുമ്പോഴേക്ക് ഇത് വെന്ത് കാണും. അപ്പോൾ ഒന്ന് വേവട്ടത്. അങ്ങനെ നമ്മുടെ ഉലുവ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ പാല് കൂട്ടിയാലും മതി. ഇത് കുറച്ച് അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർക്കുന്നത്. ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ടൂടാ. നമ്മൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടൂടാ. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകുന്നതെന്ന് പറയുന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ടില്ല. ഇതൊന്നും ഇനി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ബാക്കി വാങ്ങിക്കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. ഉലുവക്കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അങ്ങനല്ലേ, നല്ല പ്ലാവില കൂട്ടിയിട്ട് ഉലുവക്കഞ്ഞി കുടിക്കണം. അപ്പം ഞാൻ ഇത് പ്ലാവിലയും കൊണ്ട് സ്പൂണെല്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവക്കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കാം കേട്ടോ. അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉലുവക്കഞ്ഞിക്ക്. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വെന്ത് വരുമ്പോൾ ഇല്ല, ആ മണം അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എങ്ങനെയെങ്കിലും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കുടിക്കാനില്ല, അത്ര രസമുണ്ട്. പക്ഷേ കഴിക്കുന്ന സമയത്ത് അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. എന്നാലും ഇത് നല്ലൊരു മരുന്നല്ലേ, അപ്പം അതുകൊണ്ട് കുടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിതൊന്ന് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മരുന്ന് ഉലുവക്കഞ്ഞി തണുത്ത് വന്നിട്ടുണ്ട്. കുടിക്കാൻ പറ്റുന്ന രീതിയിലത്തെ വേണ്ട തണുത്തില്ല, ചൂടുണ്ട്, എന്നാലും കുടിക്കാൻ പറ്റും. ഭയങ്കര കയ്പ്പ്, എന്നാലും എനിക്ക് ഉലുവരെ ആ കയ്പ്പ് ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഉലുവ അരി കഴിക്കാറുണ്ട്. എനിക്ക് ഉലുവ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കയ്പ്പ് അത്ര വലിയ പ്രശ്നമില്ല. ഉപ്പ് ഇടുന്നില്ലല്ലോ, ഉപ്പിടാത്തതുകൊണ്ട് നല്ല കയ്പ്പുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിച്ചു വരാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.